ദേണ്ടേ ചൂട് കപ്പലണ്ടിയും കുമ്പിളുകുത്തി സനി പോകുന്നത് ഒരു നാടകം കാണാനാണ് കേട്ടോ. നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ, മലയാളികൾ നെഞ്ചേറ്റിയ, 100ഓളം നാടകങ്ങൾ രചിച്ച മുഹാദ് വെമ്പായത്തിൻ്റെ തിരുവനന്തപുരം അജന്തയുടെ സർവ്വ മനുഷ്യരും തുല്യരെന്നെഴുതിയ വംശം എന്ന നാടകം. എല്ലാ മനുഷ്യരും തുല്യമായ അവകാശങ്ങളും അന്തസ്സുമുള്ളവരാണെന്ന് ബോധ്യമുള്ള ഒരു തലമുറ വരെ തോറ്റൊടുങ്ങലല്ല, തീരാത്ത പോരാട്ടമാണ് വേണ്ടത്. വംശം ഒന്നേയുള്ളൂ, അത് മനുഷ്യവംശമാണെന്ന് ഉറക്കെ പറയുന്ന പോരാട്ടം. ഒരു നാടകം അതിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് തുച്ഛമായിട്ടുള്ള വേതനമായിരിക്കും കിട്ടുന്നത്. മണിക്കൂറുകളോളം സ്റ്റേജ് അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഒരു നാടകം വേദിയിൽ അവതരിപ്പിക്കുന്നത്. മണിക്കൂറുകൾ കൊണ്ട് കണ്ടു തീർക്കുന്ന ഓരോ നാടകവും വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കുറച്ച് കലാകാരന്മാരുടെ കഷ്ടപ്പാടും ജീവിതങ്ങളും കൂടിയുണ്ട്. ഇതിലൂടെ ലഭിക്കുന്ന തുച്ഛമായ വേതനമാണ് അവരുടെ കുടുംബത്തെ പോലും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വംശം, വ്യത്യസ്തമായ ഒരു പ്രമേയം, ഇന്നത്തെ സമൂഹത്തിലൂടെ സഞ്ചരിച്ച് പുരാണത്തിലേക്ക് എത്തുന്ന ഒരു നാടകം. തുടക്കം മുതൽ ഒടുക്കം വരെ കാണികളെ പിടിച്ചിരുത്താൻ ഈ നാടകത്തിന് കഴിഞ്ഞു. അത്രത്തോളം മനോഹരമായ കലാസൃഷ്ടി. ഓരോ കലാകാരന്മാരും കലാകാരികളും പകർന്നാടിയ ക്യാരക്ടറുകൾ അതിഗംഭീരം. അതുതന്നെയാകണം ഇന്ന് കേരളത്തിൽ ഹിറ്റായി വേദികളിൽ നിന്നും വേദികളിലേക്ക് പറക്കുന്ന ഒരു നാടകമായി വംശം മാറിയതും. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അധസ്ഥിത സ്ത്രീകളുടെ സ്ഥാനം എന്താണ്? ഒരു വെറും ഉപകരണം മാത്രമാണ്. കാലമേ നീ മാറണം, നോവുകൾ നീ മാറ്റണം. സ്ഥിരം നാടക കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തം, ദീപ സംവിധാനങ്ങൾ അതിഗംഭീരവും. ഹിറ്റ്മേക്കർ സുരേഷ് ദിവാകരനാണ് വംശത്തിന്റെ സംവിധായകൻ. തൃക്കുന്നപ്പുഴയിലെ ചെറിയ സ്റ്റേജിൽ അതിഗംഭീരമായി തന്നെ ഈ നാടകം അവതരിപ്പിച്ചു. ഈ വർഷം കണ്ടതിൽ ഏറ്റവും മികച്ച നാടകം തന്നെയാണ് വംശം. ചേട്ടൻ വരുന്നത് കോട്ടയത്തു നിന്നല്ലേ? അത്ര ദൂരെ നിന്ന് വന്ന് തൃക്കുന്നപ്പുഴ അമ്പലത്തില് നാടകം കാണാൻ വേണ്ടി. രാജു, നമ്മുടെ ഈ ഇന്നത്തെ നാടകം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീരമാണ്. നമ്മള് പല നാടകങ്ങളും കണ്ട് നമ്മള് ഒരു പകുതി ആകുമ്പോ പോകുന്ന ഒരു നമ്മുടെ തൃക്കുന്നപ്പുഴയിലെ ആൾക്കാർ ഫുള്ള് കണ്ടിട്ടാണ് പോയത്. അത്രയും ഗംഭീര നാടകമായിരുന്നു. എനിക്ക് ഞാൻ കുറെ നാളിന് ശേഷം നാടകം കാണുന്നത്. എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ